ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ഡോക്ടർ മുഹമ്മദ് ഫാസിൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചൈൽഡ്ഹുഡ് ട്രോമകളെ കുറിച്ചാണ്, ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 12 വയസ്സ് വരെയുള്ള സമയം, 10-12 വയസ്സ് വരെയുള്ള സമയം നിങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ കുട്ടികളോട് ഒരിക്കലും ചീത്ത പറയാനോ ശകാരിക്കാനോ അവരെ ഒറ്റപ്പെടുത്താനോ ഒന്നും പാടില്ല. പക്ഷെ പല പേരൻസും പറയും കുട്ടി അങ്ങനെ ചെയ്തു, അവന് ഭയങ്കര വികൃതിയാണ്, ഇങ്ങനെയായി അങ്ങനെയായി എന്നൊക്കെ. ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങളുടെ ട്രോമയാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, കുട്ടിയല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. നിങ്ങളുടെ ട്രോമ ട്രിഗർ ആവുന്നു, നിങ്ങൾ ദേഷ്യം പിടിക്കുന്നു, നിങ്ങൾ അനവസരമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തേതായിട്ട് നിങ്ങളുടെ പെരുമാറ്റം കുട്ടി കണ്ട് പഠിക്കുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു കുട്ടി. മൂന്നാമത്തെ ഒരു സംഭവം ഉള്ളത്, നിങ്ങൾ പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ നിങ്ങൾ സ്ട്രെസ്സ് അതേപോലെ തന്നെ ബാക്കിയുള്ള മെൻ്റൽ ടെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കുട്ടിയുടെ മാനസിക ശേഷിയെ ബാധിക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളത് ചൈൽഡ്ഹുഡ് ട്രോമ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ്, ദേഷ്യം, സങ്കടം, അതേപോലെ തന്നെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാനുള്ള കഴിവ്, ഇത്തരത്തിലുള്ള നമ്മുടെ ഇമോഷണൽ ശേഷി എത്രത്തോളം ഉണ്ട്, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതോ നമ്മുടെ കൺട്രോൾ വിട്ടു പോകുന്നുണ്ടോ എന്നുള്ളത്. ചൈൽഡ്ഹുഡ് ട്രോമയുള്ള ആളുകൾക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരുടെ ഇമോഷൻസ് അവരറിയാതെ തന്നെ പ്രകടിപ്പിക്കും, ഒട്ടും ഇമോഷണലി റെഗുലേറ്റഡ് അല്ലാത്ത രീതിയിൽ. റിലേഷൻഷിപ്പുകളിലൊക്കെ പെട്ടെന്ന് ഹേർട്ടായി പോകും, പെട്ടെന്ന് സങ്കടം വരുന്നു, ബാക്കിയുള്ളവരെ ഒഴിവാക്കി പോകുമോ എന്നുള്ള പേടികൾ. ദേഷ്യം പിടിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് പോകുന്നു, ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അറിയാം സാഹചര്യങ്ങളിൽ എങ്ങനെ കറക്റ്റായിട്ട് പെരുമാറണമെന്നും പതുക്കെ മയത്തിലായിരുന്നു പെരുമാറേണ്ടിയിരുന്നത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, സങ്കടം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചൈൽഡ്ഹുഡ് ട്രോമകൾ ഉണ്ടാവും. അത് കാരണമായിട്ട് നമ്മുടെ ഹിപ്പോകാമ്പസ്, അമിഗ്ഡലയുടെ 12 വയസ്സ് വരെയുള്ള ആ ടൈമിലാണ് അത് ശരിക്കും വളർന്ന് റെഡിയായി വരുന്നത്. ഈ സമയത്ത് കൊടുത്ത ട്രോമകൾ കാരണം അതിൻ്റെ വളർച്ചയെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ഇമോഷണലി അധികം ആൾക്കാരും പറയാറുണ്ട് ഇത് മാറില്ല, ഞാൻ ഇങ്ങനെയാണ്. ഒരിക്കലുമല്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇത്തരത്തിൽ പ്രശ്നമായിട്ട് അതല്ലെങ്കിൽ രോഗങ്ങളായിട്ട് അസുഖങ്ങളായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല നമ്മളെ വിട്ടിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇതൊക്കെ. ചൈൽഡ്ഹുഡ് ട്രോമ പക്ഷേ കൂടുതൽ നമ്മുടെ കയ്യിലല്ല കൺട്രോള്, അത് നമ്മുടെ പേരൻസിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വരും ജനറേഷനിൽ ചൈൽഡ്ഹുഡ് ട്രോമകൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതെങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ അസുഖങ്ങൾ, അത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, സന്ധിവാതം, ആമവാതം ഇല്ലേ, അത് തൊട്ട് നമ്മുടെ ദേഷ്യം, സങ്കടം, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മാനസിക പ്രശ്നങ്ങൾ, വൈറൽ പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമായിട്ട് വരുന്നത് നമ്മുടെ മനസ്സിലെ ട്രോമകളാണ്. നമ്മുടെ മനസ്സിൽ സംഭവിച്ചിട്ടുള്ള ട്രോമകൾ പറഞ്ഞാൽ ശരിക്കും സാഹചര്യങ്ങൾ എന്നല്ല അതിൻ്റെ അർത്ഥം. സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് ട്രോമകളായിട്ട് പുറത്തേക്ക് വരിക. ചില സാഹചര്യങ്ങൾ ഇപ്പം ഭയങ്കര ഹാർഡ് സാഹചര്യങ്ങളായിരുന്നാലും നമുക്കത് അത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ചിലത് സിമ്പിളായിരിക്കും കാര്യങ്ങൾ, പക്ഷേ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എത്രത്തോളം ഹേർട്ട് ചെയ്തു, നമ്മളെ എത്രത്തോളം വേദനിപ്പിച്ചു, എത്ര വലിയ മുറിവാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ട്രോമയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവുക. ട്രോമകൾ ഹീൽ ചെയ്യാൻ ഒരു മാർഗ്ഗമുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് മനസ്സിലാക്കുക. രണ്ടാമത്തേതായിട്ട് പഴയകാല ട്രോമകളൊക്കെ, നമ്മുടെ മുറിവുകൾ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ശരീരത്തിൽ മുറിവുകളാണെങ്കിൽ ആദ്യം ആ രക്തം വരും, അത് കഴിഞ്ഞിട്ട് പതുക്കെ മുറിവുകൾ മാറി അവിടെ ഒരു കലയുണ്ടാവും, അല്ലെ, ഹാർഡായിട്ടുള്ള കലയുണ്ടാവും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ
മനസ്സിൻ്റെ മുറിവുകളും. ഒരുപാട് കാലം മുന്നത്തേതാണെങ്കിൽ അവിടുത്തെ മുറിവുകൾക്ക് പകരം കലയായിട്ട് മാറ്റാൻ പറ്റാത്ത തീവ്രമായിട്ടുള്ള സംഭവങ്ങളായിട്ട് അകത്തുണ്ടായിരിക്കും. ഇതിനെ പതുക്കെ മുറിവാക്കിയെടുത്ത് വീണ്ടും തിരിച്ചു മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ജെന്റിലായിട്ട് അധികം വേദനകളില്ലാതെ ചെയ്യാനുള്ള രീതികളാണ് തെറാപ്പീസിലൂടെ EFT അതേപോലെയുള്ള ട്രോമ ഹീലിംഗ് തെറാപ്പീസിലൂടെ നമ്മൾ ചെയ്യാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പിന്നെയുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രോമകൾ എന്ന് കറക്റ്റ് ഹീൽ ചെയ്യുന്നോ, നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ഇത്തരം മാലിന്യങ്ങൾ എന്ന് കറക്റ്റ് ഹീൽ ചെയ്യുന്നോ, അന്നാണ് ശരിക്കും നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള മാനസികാവസ്ഥ, സന്തോഷം, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ ശേഷി, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷിക്കുന്ന രോഗപ്രതിരോധ സംവിധാനം, ഇതിനെ ട്രോമകൾ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാൻസർ വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും ശരിക്കും ക്യാൻസർ കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ക്യാൻസർ പുറത്തുനിന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ല അതിൻ്റെ യഥാർത്ഥ കാരണം. ചെറിയ ചെറിയ കാരണങ്ങളായിട്ട് നമുക്കതൊക്കെ എടുക്കാം. പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലും എന്തൊക്കെ ചെയ്താലും തടഞ്ഞു നിർത്താനുള്ള നമ്മുടെ സൈനിക വ്യൂഹം, അതിലാണ് നമ്മുടെ ട്രോമകൾ എഫക്റ്റ് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ട്രോമകൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാവുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാതെ വരുന്നു. ശരീരത്തിലുണ്ടാവുന്ന വിഘടനവാദികളായ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി നശിക്കുന്നു. അവിടെ ഇവിടെ ക്യാൻസർ കോശങ്ങൾ തലപൊക്കുന്നു. ഇതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിനൊക്കെ നശിപ്പിച്ച് കളയാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ചൈൽഡ്ഹുഡ് ട്രോമകൾ നമ്മുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഇതിനെ ഹീൽ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. അങ്ങനെയല്ല ഒരിക്കലും. ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ശരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിന് ഓരോ പർപ്പസ് ഉണ്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരാളും രോഗിയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനല്ല. അത് ശരിക്കും ഒരു തെറ്റായിട്ടുള്ള വിശ്വാസമാണ്. നമ്മളാണ് ഈ രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അതിനെ മാറാൻ സമ്മതിക്കാതിരിക്കുന്നതും. അത് കറക്റ്റ് മനസ്സിലാക്കി നമ്മുടെ ട്രോമകൾ നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു ആൾ.